1990-91 ഇന്ത്യ കടക്കെണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സംജാതമായി എന്ന് മാത്രമല്ല, അത് വളരെ ഭീതിതമായ ഒരു സിറ്റുവേഷനായിരുന്നു. അതായത് നമ്മുടെ കമ്മട്ടത്തിൽ എന്ന് വെച്ചാൽ പണം അടിക്കുന്ന നമ്മുടെ കമ്മട്ടം അത് തന്നെ. അപ്പോൾ അവിടെ കരുതൽ ശേഖരമായി സൂക്ഷിക്കുന്ന, അതായത് കടലാസ് നോട്ടുകൾ അടിച്ചിറക്കുമ്പോൾ അതിന് ഒരു മൂല്യവുമില്ല. അപ്പോൾ അതിന് മൂല്യമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി വച്ചിരിക്കുന്ന ശേഖരമാണ് 200 കോടി. 1935 മുതൽ നാം വച്ചിരിക്കുന്ന ശേഖരമാണ് 200 കോടിയുടെ ശേഖരം. ആ ശേഖരത്തിൽ 115 കോടിയുടെ സ്വർണം 1935 വിലയ്ക്കാണെന്ന് ഓർക്കണം. 115 കോടിയുടെ സ്വർണവും 85 കോടിയുടെ വിവിധ പ്രധാനപ്പെട്ട ഫോറിൻ കറൻസികളുമാണ് ഈ ശേഖരത്തിലുള്ളത്. ആ ശേഖരത്തിലെ സ്വർണം എടുത്ത് ഈ 90-91 ഈ ശേഖരത്തിലെ സ്വർണം കൊണ്ടുപോയി 2 പ്രാവശ്യം സ്വിസ് ബാങ്കിൽ പണയം വെച്ച് നമ്മൾ ഡോളർ സ്വീകരിക്കേണ്ടി വരുന്നു. ഒരു പ്രാവശ്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും പണയം വെക്കേണ്ടി വരുന്നു. അതായത് എന്തിനായിരുന്നു അങ്ങനെ പണയം വെച്ചത്? വേൾഡ് ബാങ്ക് വായ്പ തരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കടക്കണിയിലേക്ക് പോവുകയാണ് ഇന്ത്യ, അതുകൊണ്ട് നിങ്ങൾക്ക് കടം തരില്ല. IMF പറഞ്ഞു കടം തരില്ല, നിങ്ങൾ കടക്കണിയിലേക്ക്. അപ്പോൾ അങ്ങനെ കടക്കണിയുടെ വക്കീലെത്തിയ സിറ്റുവേഷനിലാണ് ഇന്ത്യ 3 തവണ കമ്മട്ടത്തിലെ സ്വർണം, കരുതൽ ശേഖരമായി വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നു. എന്തിനാണ് ഇങ്ങനെ വായ്പ എടുത്തത്? കാരണം നമ്മുടെ 80-85% പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്താൽ മാത്രമേ ഇന്ത്യ ചലിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചലനം നിന്നു പോകും. അങ്ങനെ ഇന്ത്യയെ ചലിപ്പിക്കാൻ വേണ്ടിയാണ് എമർജൻസി ആയിട്ട് ഇങ്ങനെ പണയം വെച്ച് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നത്. അങ്ങനെ അവസാനം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് IMF പറയുന്നത്, നിങ്ങൾ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഇവ LPG കൊണ്ടുവരൂ. LPG അംഗീകരിച്ച് കഴിഞ്ഞ് അത് നടപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായ്പ തരാം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് LPGയിലേക്ക് എത്തേണ്ടി വന്നത്? അത്തരം ഒരു ദുർഘട സ്ഥിതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകം, അതായത് രാജാ ചെല്ലയ്യയുടെ എസ്സേയ്സ് ഇൻ ഫിസ്ക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും കേന്ദ്രത്തെ പഴിക്കാറുണ്ട്. കേന്ദ്രത്തിൻ്റെ കടം 169 ലക്ഷം കോടിയാണ്, ഞങ്ങളുടെ കടം 4 ലക്ഷം കോടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് പറയാറുള്ളത്. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ കടം മാത്രമായിട്ടും ചെല്ലയ്യ തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കമ്പൈൻഡ് ഡെറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് അതിനകത്ത് നമുക്ക് കാണാം. എന്താണ് ഈ കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്? സംസ്ഥാനങ്ങളുടെ കടവും കൂടി കേന്ദ്രത്തിൻ്റെ കടത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് കമ്പൈൻഡ് ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിൻ്റെ കടം മാത്രം എടുത്താൽ ഉള്ളതിനേക്കാളും തീർച്ചയായിട്ടും അതായത് കേന്ദ്രത്തിൻ്റെ കടവും സാമാന്യം ചെറുതായിരിക്കും. അങ്ങനെ ചെറുതായിരിക്കുന്ന കടത്തിൻ്റെ കൂടെ സംസ്ഥാനങ്ങളുടെ കടം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് വളരെ വലുതാകും.